Hello students, plus 1 mathematics, chapter wise previous year questions and answers ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിന്റെ റിമൈനിങ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യനും പോളാർ ഫോം, സ്ക്വയർ റൂട്ട് ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരാം. 2009 വരെയുള്ള റിമൈനിങ് ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ഓഫ് the complex number -3 plus root -7. Find modulus and argument of the complex number 1 plus I root 3. അപ്പോൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് -3 പ്ലസ് റൂട്ട് -7 ഈക്വൽ ടു -3 plus what is root -7? root -1 into root 7 ആണ്. അപ്പൊ റൂട്ടിന്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യാ? I ആയിട്ട് എടുക്കും അല്ലെ? അപ്പൊ റൂട്ട് -1 into root 7 ഈക്വൽ ടു I root 7. റൂട്ട് -1 ഈക്വൽ ടു I ആണ്. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് real part. What is the real part? -3. Imaginary part equal to root 7. Find modulus and argument of the complex number 1 plus I root 3. മോഡുലസും ആർഗ്യുമെന്റും കണ്ടുപിടിക്കാന്ന് പറഞ്ഞാല് ഫൈൻഡ് ഔട്ട് പോളാർ ഫോം ഓഫ് ദി കോംപ്ലക്സ് നമ്പർ എന്ന ക്വസ്റ്റ്യന് സെയിം ആണ്. അപ്പൊ ഈ കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസും ആർഗ്യുമെന്റും കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് മോഡുലസ്. മോഡുലസ് ഈക്വൽ ടു ആർ ഈക്വൽ ടു റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. വാട്ട് ഈസ് എ? റിയൽ പാർട്ട് ഈക്വൽ ടു 1. അപ്പൊ റൂട്ട് 1 സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് ഈക്വൽ ടു റൂട്ട് 3. റൂട്ട് 3 സ്ക്വയർ. 1 സ്ക്വയർ ഈസ് 1. റൂട്ട് 3 സ്ക്വയർ ഈസ് 3. 1 plus 3 equal to root 4 equal to 2. Modulus equal to 2. Next find out argument. Argument കണ്ടുപിടിക്കാൻ first write the complex number in the polar form. 1 plus I root 3 equal to r into cos theta plus I sin theta equal to ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ ആർ കോസ് തീറ്റ പ്ലസ് ഐ ആർ സൈൻ തീറ്റ. കമ്പയർ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട്. വി ഗെറ്റ് ആർ കോസ് തീറ്റ ഈക്വൽ ടു 1. ആർ സൈൻ തീറ്റ ഈക്വൽ ടു റൂട്ട് 3. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ആർ ഈക്വൽ ടു 2. 2 കോസ് തീറ്റ ഈക്വൽ ടു 1. 2 സൈൻ തീറ്റ ഈക്വൽ ടു റൂട്ട് 3/2. അപ്പൊ കോസ് തീറ്റ ഈക്വൽ ടു എന്ത് കിട്ടും? 1/2. സൈൻ തീറ്റ ഈക്വൽ ടു റൂട്ട് 3/2. അപ്പൊ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2 RHSലേക്ക് എടുത്താൽ കോസ് തീറ്റ 1/2 സൈൻ തീറ്റ റൂട്ട് 3/2 കിട്ടും. അപ്പൊ കോസ് തീറ്റ 1/2 സൈൻ തീറ്റ റൂട്ട് 3/2 ഏത് ആംഗിളിനാണ് കിട്ടുന്നത്? കോസ് 1/2 കിട്ടുന്നത് 60 degree. That means pi/3. This theta equal to pi/3. Hence we get argument equal to pi/3. Next question, find real part and imaginary part of the complex number 1 plus I divided by 1 minus I minus 1 minus I divided by 1 plus I. That means ഈ കോംപ്ലക്സ് നമ്പറിന് a plus ib ഫോമിൽ എഴുതണം or
സിംപ്ലിഫൈ ദിസ് കോംപ്ലക്സ് നമ്പർ. ഇതൊക്കെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒന്നിക്കിൽ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എഴുതാൻ പറയും, അല്ലെങ്കിൽ സിംപ്ലിഫൈ എന്ന് പറയും, അല്ലെങ്കിൽ a+ib ഫോമിൽ എഴുതാൻ പറയും. അപ്പൊ ഈ കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1+i into 1+i, 1+i whole square minus 1 - i into 1 - i, 1 - i whole square divided by 1 - i into 1+i. In the next step, a+b whole square, a minus b whole square simplify ചെയ്യാം. അപ്പോൾ 1 square plus 2 into 1 into i, that is 2i plus I square. What is I square? I square is -1. അപ്പോൾ എന്താ കിട്ടുക? 1 plus 2i minus 1 minus ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇവിടെ 1 square is 1 minus 2 into 1 into i minus 2i plus I square. I square is -1, that is -1 divided by a minus b into a plus b എന്താണ്? a square minus b square is 1 square minus I square. ഇവിടെ എന്ത് കിട്ടും? 1 minus 1 കട്ടാകും. ഇവിടെ എന്ത് ചെയ്യും? 1 minus 1 കട്ടാകും. അപ്പൊ ഈ ബ്രാക്കറ്റിന്റെ അകത്ത് എന്താ ഉള്ളത്? 2i. ഈ ബ്രാക്കറ്റിനകത്ത് -2i divided by 1 square is 1, I square is -1. അപ്പൊ 1 minus -1. അപ്പൊ ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ 2i, ഈ മൈനസ് മൈനസ് എന്താകും? പ്ലസ് ആകും. 2i plus 2i, 2i plus 2i is 4i. 4i divided by 2, 4i divided by 2 is 2i. അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പറിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 2i ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ഇനി a+ib ഫോമിൽ എഴുതിയാൽ ഹിയർ റിയൽ പാർട്ട് ഇല്ല. റിയൽ പാർട്ട് ഇല്ലാത്തത് കൊണ്ട് ഇതിനെങ്ങനെ എഴുതാ? 0 plus 2i എന്ന് എഴുതാ. ഹെൻസ് റിയൽ പാർട്ട് ഈക്വൽ ടു 0, ഇമാജിനറി പാർട്ട് ഈക്വൽ ടു 2. അപ്പൊ ഇങ്ങനെ കോംപ്ലക്സ് നമ്പർ തന്നാൽ ഇത് റാഷണൽ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ a+ib ഫോമിൽ എഴുതിയാൽ അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് i raised to -35? നമുക്കറിയാം x raised to -n എന്ന് പറഞ്ഞാൽ 1/x raised to n ആണ്. അപ്പൊ പവർ നെഗറ്റീവ് വന്നാൽ ഡിനോമിനേറ്ററിലാണ് ഈ ടേം ഉള്ളത്. അപ്പോ i raised to -35 equal to 1/i raised to 35. Next, find out the value of i raised to 35. അതിനെന്താ ചെയ്യേണ്ടത്? iയുടെ പവർ കണ്ടുപിടിക്കാൻ ആ പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ നോക്കിയാൽ മതി. We know that 35 equal to 4 into 8, 32 plus 3. അപ്പൊ റിമൈൻഡർ ഏതാണ്? 3 ആണ് റിമൈൻഡർ കിട്ടുന്നത്. 32 വരെ 4ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ബാക്കിയുള്ളത് 3 ആണ്. അപ്പൊ റിമൈൻഡർ ഈക്വൽ ടു 3. അപ്പൊ റിമൈൻഡർ 3 വന്നാൽ പവർ ഓഫ് i ഈക്വൽ ടു -i ആണ് വരിക. അപ്പൊ 1/-i. അപ്പൊ 1/-i അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. വാട്ട് ഈസ് കോൺജുഗേറ്റ് ഓഫ് -i? -i ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാറ്റിയാലാണ് കോൺജുഗേറ്റ് കിട്ടുക. അപ്പൊ -i കോൺജുഗേറ്റ് ഈസ് i. അപ്പൊ 1/-i into i divided by i. 1 into i equal to i divided by minus I into I is I square. What is I square? -1. അപ്പൊ -1 is +1.
ഐ ഡിവൈഡഡ് ബൈ 1 ഈക്വൽ ടു ഐ കിട്ടും. അപ്പൊ ഈ ഐനെ റിയൽ എ പ്ലസ് ഐ ബി ഫോമിൽ എഴുതിയാൽ വി ഗെറ്റ് 0 പ്ലസ് 1i. റിയൽ പാർട്ട് ഇവിടെ ഇല്ലാലോ, അപ്പൊ അതിനെ 0 പ്ലസ് 1i ഫോമിൽ എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ കോംപ്ലക്സ് നമ്പർ z ഈക്വൽ ടു 5 മൈനസ് റൂട്ട് 3i ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 റൂട്ട് 3i. ഈ കോംപ്ലക്സ് നമ്പറിനെ എ പ്ലസ് ഐ ബി ഫോമിൽ എഴുതണം. ഓർ സിംപ്ലിഫൈ ദിസ് കോംപ്ലക്സ് നമ്പർ. അപ്പൊ ഈ കോംപ്ലക്സ് നമ്പറിനെ സിംപ്ലിഫൈ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതിന്റെ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. 4 പ്ലസ് 2 റൂട്ട് 3i കോൺജുഗേറ്റ് ഈസ് 4 മൈനസ് 2 റൂട്ട് 3i. അപ്പൊ 5 മൈനസ് റൂട്ട് 3i ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 റൂട്ട് 3i ഇൻറ്റു 4 മൈനസ് 2 റൂട്ട് 3i ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 റൂട്ട് 3i. നെക്സ്റ്റ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സിംപ്ലിഫൈ ചെയ്യാം. ഹിയർ 5 ഇൻറ്റു 4 20. 5 കൊണ്ട് ഈ രണ്ട് നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു 4 ഈസ് 20 മൈനസ് 5 ഇൻറ്റു 2 10 റൂട്ട് 3i 10 റൂട്ട് 3i. നെക്സ്റ്റ് ഈ ടേം കൊണ്ട് ഈ രണ്ട് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് റൂട്ട് 3i ഇൻറ്റു 4 ദാറ്റ് ഈസ് 4 റൂട്ട് 3i 4 റൂട്ട് 3i. ഈ നെഗറ്റീവും എന്താകും? പ്ലസ് റൂട്ട് 3i ഇൻറ്റു 2 റൂട്ട് 3i. അപ്പൊ 2 പിന്നെ റൂട്ട് 3 എന്താകും? 3 ആകും. ഐയും ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇപ്പൊ ഒന്നും കൂടെ പറയാം, 5 ഇൻറ്റു 4 20 5 ഇൻറ്റു 2 10 റൂട്ട് 3i മൈനസ് 4 റൂട്ട് 3i നെഗറ്റീവും പ്ലസ് 2 പിന്നെ റൂട്ട് 3 എന്താകും? 3 ഐയും ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഹിയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താ വരുക? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് 4 സ്ക്വയർ മൈനസ് 2 റൂട്ട് 3i ഹോൾ സ്ക്വയർ. അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും? 20 മൈനസ് 10ഉം മൈനസ് 4ഉം മൈനസ് 14 റൂട്ട് 3i മൈനസ് ഐ സ്ക്വയർ എന്താകും? ഐ സ്ക്വയർ ഈസ് മൈനസ് 1. അപ്പൊ മൈനസ് 2 ഇൻറ്റു 3 ഈസ് 6 ഡിവൈഡഡ് ബൈ 4 സ്ക്വയർ ഈസ് 16 മൈനസ് 2 സ്ക്വയർ 4 റൂട്ട് 3 സ്ക്വയർ 3 ഐ സ്ക്വയർ മൈനസ് 1. അപ്പോ 4 ഇൻറ്റു 3 ഈസ് 12. ഐ സ്ക്വയർ നെഗറ്റീവ് 1 ഈ നെഗറ്റീവിന് എന്താക്കും? പ്ലസ് ആക്കും. അപ്പൊ പ്ലസ് 12 ഈക്വൽ ടു 20 മൈനസ് 6 ഈസ് 14 മൈനസ് 14 റൂട്ട് 3i ഡിവൈഡഡ് ബൈ 16 പ്ലസ് 12 ഈക്വൽ ടു 28. നെക്സ്റ്റ് 14 ബൈ 28 മൈനസ് 14 റൂട്ട് 3i ബൈ 28 ഈക്വൽ ടു 14 ബൈ 28 എത്രയാ? 1/2 മൈനസ് റൂട്ട് 3i ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഈ 14 28 2 ആയിട്ട് കട്ടാകും. അപ്പൊ 1/2 മൈനസ് 1/2 റൂട്ട് 3i ദിസ് റൂട്ട് 3i ബൈ 2. ഇതാണ് ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നത്. Consider the equation z square minus 2z plus 4 equal to 0. Find two complex numbers satisfying this equation. Simplify z1 by z2 plus z2 by z1. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യേണ്ട ഫോർമുല ഇവിടെ z ആയതുകൊണ്ട് z ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് b square minus 4ac by 2a. Here a equal to 1, b equal to minus 2, c equal to 4.
Substitute in this formula -2 plus or minus root -2 square minus 4 into 1 into 4 divided by 2 into 1. -2 എന്താകും +2 plus or minus root 4 minus 16 divided by 2. 2 plus or minus 4 minus 16 is -12. Root -12 divided by 2. Next, root -12 എങ്ങനെ എഴുതാം? റൂട്ട് -1 into 4 into 3 എന്ന് എഴുതാം. റൂട്ട് -1 എന്താണ്? I. റൂട്ട് 4 2. റൂട്ട് 3. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? റൂട്ട് -1 I ആയിട്ട് വരും. റൂട്ട് 4 2 ആകും. റൂട്ട് 3 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് റൂട്ട് 3. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 2 plus or minus I 2 root 3 divided by 2. അപ്പൊ ഇതിനെങ്ങനെ എഴുതാ? 2/2 plus or minus I 2 root 3/2. അപ്പൊ ആ 2 എല്ലാം കട്ടാക്കിയാൽ ബാക്കി എന്താ വരിക? 1 plus or minus I root 3. ഇതാണ് ഈ കോംപ്ലക്സ് നമ്പറിന് റൂട്ട്സ് ആയിട്ട് കിട്ടുന്നത്. Here 2 roots are there. First root we denote it by Z1 and second root by Z2. Hence Z1 equal to 1 plus I root 3 and Z2 equal to 1 minus I root 3. So next step Z1 by Z2 plus Z2 by Z1 calculate ചെയ്യണം. Z1 by Z2 plus Z2 by Z1 equal to 1 plus I root 3 divided by 1 minus I root 3 plus 1 minus I root 3 divided by 1 plus I root 3. Cross multiply. So 1 plus I root 3 into 1 plus I root 3, 1 plus I root 3 whole square plus 1 minus I root 3 whole square divided by 1 minus I root 3 into 1 plus I root 3. Here a plus b whole square, a square 1 square that is 1 plus 2 into 1 into I root 3 that is 2 root 3 I. This I 2 root 3 I root 3 whole square. Root 3 whole square എന്താകും? 3 ആകും. I square minus 1. അപ്പോൾ minus 3 plus here a minus b whole square. A square it is 1 2 into 1 I root 3 appo I 2 root 3 minus ayadonde minus hence I root 3 whole square I square is minus 1 root 3 square is 3 divided by a minus b into a plus b 1 square minus I root 3 whole square that is I square root 3 square. ഇവിടെ 1 plus I root 3 minus 3 ഇനി ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ പ്ലസ് ആയതുകൊണ്ട് റിമൂവ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ 1 minus I root 3 minus 3 divided by 1 square is 1 I square minus 1 ആണ്. അപ്പോൾ 1 plus root 3 square is 3 1 plus 3 plus I root 3 minus I root 3 cancel ആകും. 1 minus 3 minus 2 here plus 1 minus 3 minus 2. അപ്പോൾ minus 2 plus minus 2 is minus 4 divided by 1 plus 3 is 4. Minus 4 by 4 is minus 1. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് minus 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the complex number z equal to 2 minus I divided by 1 minus I into 1 plus 2I. Express z in the form a plus ib. ഇപ്പോൾ നമ്മൾ ചെയ്ത പ്രോബ്ലം അതേ രീതിയിൽ തന്നെ സിംപ്ലിഫൈ ചെയ്യുക. This one equal to ആദ്യം എന്താ? ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പർ മാത്രമേ ഉള്ളൂ. ബട്ട് ഇൻ ദ ഡിനോമിനേറ്റർ പ്രോഡക്റ്റ് ഓഫ് ടു കോംപ്ലക്സ് നമ്പർ. Hence multiply first these two complex numbers. 1 into 1 1 1 into 2i 2i
minus I into 1 minus I minus I into 2I, that is 2I into I square equal to 2 minus I divided by 1. 2I minus I എന്താ കിട്ടുക? പ്ലസ് I സ്ക്വയർ ഈ മൈനസ് 2 എന്താക്കും? പ്ലസ് 2 ആക്കും. അപ്പോൾ 1 പ്ലസ് 2 is 3 പ്ലസ് I. 2 മൈനസ് I ഡിവൈഡഡ് ബൈ 3 പ്ലസ് I. ഇനി ഇതേ രീതിയിൽ വന്നാൽ എന്താ ചെയ്യുക? നമ്മൾ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 2 മൈനസ് I ഡിവൈഡഡ് ബൈ 3 പ്ലസ് I ഇൻറ്റു 3 മൈനസ് I ഡിവൈഡഡ് ബൈ 3 മൈനസ് I ഇതിന്റെ കോൺജുഗേറ്റ്. ഇനി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സിംപ്ലിഫൈ ചെയ്യാം. 2 ഇൻറ്റു 3 6, 2 ഇൻറ്റു മൈനസ് I മൈനസ് 2I, മൈനസ് I ഇൻറ്റു 3 മൈനസ് 3I, മൈനസ് മൈനസ് പ്ലസ് I ഇൻറ്റു I സ്ക്വയർ ഡിവൈഡഡ് ബൈ a minus b into a plus b is a square minus b square, that is 3 square minus I square. 6 minus 2I minus 5I minus 5I, I square is minus 1. So minus 1, 6 minus 1 is 5. 5 minus 5I divided by 3 square is 9, I square is minus 1. But 9 minus minus 1. 5 minus 5I divided by 10. Split ചെയ്താൽ എന്താ കിട്ടുക? 5 by 10 minus I 5 by 10. 5 by 10 is 1 by 2. അപ്പോൾ 1 by 2 minus I 1 by 2. ഇതാണ് ഈ കോംപ്ലക്സ് നമ്പറിന് a plus IB ഫോമിൽ എഴുതിയാൽ കിട്ടുന്നത്. ഹോംവർക്ക്. ഇപ്പോൾ ഹോംവർക്കായിട്ട് തന്നത് റിമൈനിങ് ഇയേഴ്സിലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിൻ്റെ 2009 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് വാങ്ങാൻ പറ്റും. ഫസ്റ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഐനെ നമുക്ക് ആദ്യം എങ്ങനെ എഴുതാം? 0 പ്ലസ് 1I ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏതോ ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് റിമൈനിങ് കുറേ ഇയറിൽ ചോദിച്ചു. 0 പ്ലസ് 1I എന്ന് എഴുതാം. സോൾവ് √5x² പ്ലസ് x പ്ലസ് √5. റെപ്രസെന്റ് ദ കോംപ്ലക്സ് നമ്പർ √3 പ്ലസ് I ഇൻ ദ പോളാർ ഫോം. ഇത് നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക. 2 പ്ലസ് I ബൈ 2 മൈനസ് Iനെ a പ്ലസ് IB ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.